തകർച്ചാ ഭീഷണിയിലായ പാലം പുനർനിർമ്മിക്കുന്നതിന് താൻ എതിരാണെന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തിയാൽ എന്തു ചെയ്യും അല്ലെ? അപ്പോൾ ഒരു ഗതികേടിൽപ്പെട്ട് വീടിന് മുന്നിൽ ബോർഡ് വച്ചിരിക്കുന്ന കോട്ടയത്തെ വൈക്കം സ്വദേശി സിജുവിന്റെ ജീവിതത്തിലേക്കാണ് ഇപ്പോൾ സിജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പാലം പണിയുന്നതിന് എനിക്കോ എന്റെ കുടുംബത്തിനോ യാതൊരുവിധ എതിരഭിപ്രായവും ഇല്ല എന്നാണ് വീടിന് മുന്നിൽ വച്ചിരിക്കുന്ന ഈ ബോർഡിൽ പറയുന്നത്. ഇത്തിപ്പുഴ പരുത്തിമ്പുടി തോടിനു കുറുകെ 30 വർഷം മുൻപ് നിർമ്മിച്ച പാലം കളത്തിൽ ലാലി മണിയന്റെ വീടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് കാലപ്പഴക്കത്താൽ അടർന്നു വീണതിനെ തുടർന്ന് തെളിഞ്ഞ കമ്പികൾ ജീർണിച്ച് പാലം ഏതു നിമിഷവും നിലം പൊത്താമെന്ന നിലയിലാണ്. ജീർണിച്ച പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കുമ്പോൾ വീടിന് കേടുപാട് സംഭവിക്കുമെന്ന ആശങ്ക മൂലം സിജു പാലം നിർമ്മാണത്തിന് എതിരു നിൽക്കുന്നുവെന്നായിരുന്നു പ്രചാരണം. പാലത്തിന്റെ നിർമ്മാണത്തിനായി വീടിന്റെ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കണമെന്ന കരാറുകാരന്റെ ആവശ്യം അംഗീകരിച്ച താൻ യാത്ര സുരക്ഷിതമാക്കാനായി ഈ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടു വരികയായിരുന്നുവെന്ന് സിജു പറയുന്നു. പാലം ഒരു ഡിസംബർ മാസത്തോടുകൂടി ഈ പാലം പണി നിർത്തിവെച്ചേക്കായിരുന്നു. നിർത്തിവെച്ച കാര്യം അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറയണത് ഞാൻ കാരണമാണ് പാലം പണി നടക്കാത്തതെന്നുള്ള രൂപത്തിൽ പറഞ്ഞു. ഞാനൊരു CPയുടെ പ്രവർത്തകനാണ്, CPയുടെ ലോക്കൽ കമ്മിറ്റിയൊക്കെയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ യാതൊരുവിധ പരാതിയും ഒരു സർക്കാർ ഏജൻസിയിലും പോയിട്ടില്ല. അത് പല ഘട്ടത്തിലും എല്ലാവരും പറഞ്ഞിട്ട് ആൾക്കാർ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചത്. കണ്ടെയ്നർ ലോറി ഡ്രൈവറായ സിജു ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലെത്തുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഒരാഴ്ച പണിക്ക് പോകാതെ വീട്ടിൽ തങ്ങി. അപ്പോഴാണ് സ്ത്രീകളടക്കമുള്ളവർ പാലം നിർമ്മിക്കുന്നതിന് എതിരു നിൽക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവുമായി എത്തിയത്. റോഡിന്റെ ആരംഭം മുതൽ ഇപ്പോൾ തകർച്ചാ ഭീഷണിയിലായ പാലം വരെയുള്ള ഭാഗത്തെ റോഡിനായി ഏറ്റവും കൂടുതൽ സ്ഥലം വിട്ടു നൽകിയത് തന്റെ മുത്തച്ഛനാണെന്നും പൊതുനന്മയ്ക്കായി നിലകൊണ്ട പാരമ്പര്യമുള്ള തന്നെ വഴിമുടക്കിയായി ചിത്രീകരിച്ചതിൽ വേദനയുണ്ടെന്നും സിജു പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് ഉണ്ടോ നമുക്കിപ്പം? ഷിനോജ്, സത്യത്തിൽ എന്താണ് ഷിനോജ് അവിടെ സംഭവിച്ചത്? സേതു, നമ്മൾ ഈ ചെയ്യാത്ത തെറ്റിനൊക്കെ പഴി കേൾക്കേണ്ടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന മാനസിക വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാകും. അത്തരത്തിലൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ സിജുവും കടന്നു പോകുന്നത് എന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം ഈ പാലം വരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് പറയുന്നത് സിജുവാണ്. അപ്പോഴാണ് ഈ സിജുവാണ് ഈ പാലത്തിന് തടസ്സം നിൽക്കുന്നത് എന്ന തരത്തിലൊരു പ്രചാരണം ഈ നാട്ടിൽ നടക്കുന്നത്. ഈ പ്രചാരണം തുടങ്ങി വെച്ചത് ആരാണെന്നോ ഇതിപ്പോൾ മുന്നോട്ട് ഏതൊക്കെ വഴിയിലാണ് മുന്നോട്ട് കൊണ്ട് പോകുന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല. കാരണം ആരോ ഒരാൾ ഒരിക്കൽ ചിലപ്പോൾ തുടങ്ങി വെച്ച സാധനമായിരിക്കും ഇതിപ്പോൾ നാട്ടുകാരെ ഫുള്ളും പറഞ്ഞ് നടക്കുകയാണ്. ഈ സിജു കാരണമാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി ഇവിടെ തുടങ്ങാത്തതെന്ന രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കേട്ട് വയ്യാത്ത വന്ന സ്ഥിതിയിലാണ് സിജു തന്നെ ഒരു ഫ്ലക്സ് അടിച്ച് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചത്. അതിൽ എഴുതിയിരിക്കുന്നത് ഈ പാലം പണിയുന്നതിന് തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സിജുവിൻ്റെ അമ്മയുടെ പേരിലാണ് ഈ ഫ്ലക്സ് അവിടെ ഇപ്പോൾ വൈക്കത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഫ്ലക്സൊക്കെ ആരാധകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലാണ്. പ്രത്യേകിച്ച് ഒരു നിസ്സഹായനായ ഒരു വ്യക്തി ഇത്തരത്തിൽ കൊണ്ട് ഒരു ഫ്ലക്സ് വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നത് എന്താണ് സിജുവിൻ്റെ യഥാർത്ഥ മാനസികാവസ്ഥ എന്നൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. എന്താണ് ഇതിൽ സത്യമെന്നൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തൻ്റെ വീടിനോട് ചേർന്നാണ് ഈ പാലം വരുന്നത്. അതിനാൽ തന്നെ ഈ വീടിൻ്റെ ഒരു മതിൽ പൊളിച്ചു കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് കരാറുകാരോട് പറഞ്ഞ ആളാണ് ഈ സിജു എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ നാട്ടുകാരൊക്കെ ചേർന്ന് ഏതൊക്കെയോ വഴിയിലൂടെ ഒരു പ്രചാരണം ഉണ്ടായി ഇത്തരത്തിൽ ഒരു അവഹേളിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വാർത്തകളൊക്കെ വരുന്ന സ്ഥിതിക്ക് നാട്ടുകാർക്ക് അറിഞ്ഞു വരുന്നത് സിജുവിന് ഈ പാലത്തിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോരുന്നതിൽ മുന്നോട്ട് തടസ്സം നിൽക്കുന്നതിൽ യാതൊരു പങ്കും സിജുവിന് ഇല്ല എന്ന് നാട്ടുകാരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി ഷിനോജ്, എന്താണെങ്കിൽ ഇത് വലിയൊരു ഗതികേട് തന്നെയാണ് ഒരാളുടെ. കാരണം ചെയ്യാത്ത കുറ്റത്തിന് ഇത്തരത്തിൽ പഴികേട്ട് സ്വന്തം വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് ഒക്കെ വയ്ക്കുക എന്ന് പറയുന്ന ഒരു ഗതികേട് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും സിജുവിന്റെ സത്യാവസ്ഥ അത് നാട്ടുകാർ മനസ്സിലാക്കും, എത്രയും വേഗം മനസ്സിലാക്കും. പാലം പണിയും എത്രയും വേഗം ആരംഭിക്കട്ടെ. ആരുടെയെങ്കിലുമൊക്കെ കുബുദ്ധിക്കൊക്കെ ഇരയായി ഇതുപോലെ സിജു തന്റെ ജീവിതം പാഴാക്കരുത്. ആളുകളൊക്കെ പറയുന്നതൊക്കെ പറയട്ടെ അല്ലെ, നമുക്കിപ്പം ആരുടെയും വായടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും സിജുവിന്റെ ഗതികേടിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകട്ടെ.